ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ബ്രഹ്മയുഗം കഴിഞ്ഞിട്ടാണ് എനിക്ക് ടർബോ വരുന്നത്. ഈ പറയുന്ന മാതിരി ടർബോ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി നിങ്ങളിപ്പോൾ പടം കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ നേരത്തെ കുറെ വർക്കുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ പടത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി സ്റ്റൈൽസിലായാലും ഓരോ ക്യാരക്ടറിന്റെ കാര്യത്തിലായാലും പിന്നെ നമുക്ക് ഇത്ര ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നാണ്. ലാസ്റ്റ് 8 years ആയി ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്യണു. ബട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈവൻ ഞാൻ ബ്രഹ്മയോധനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് ആക്ച്വലി ആളുകൾ ഏത് രീതിയിലാണ് എടുത്തെങ്കിലും ബട്ട് അതിനകത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആഫ്റ്റർ ബ്രഹ്മയോഗം കഴിഞ്ഞ് മമ്മൂക്കയുടെ കൂടെ ടർബോ അത് എല്ലാ ഓഡിയൻസിനും ഭയങ്കര ഇഷ്ടമായെന്ന് ചോദിക്കും. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ബട്ട് ഭയങ്കര ഹാപ്പി റിവ്യൂസിനും അതും കാര്യങ്ങളിലും. ഈവൻ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഇവിടെ വന്ന് നിൽക്കാൻ വരെ ധൈര്യം കിട്ടിയത് ടർബോന്റെ സക്സസും മമ്മൂക്കയുടെ കൂടെയുള്ള വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളാണ്. താങ്ക് യു. അതെ അതെ അതെ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഞാനും അഭിജിത്തും എന്ന് പറഞ്ഞ ഡിസൈനറും കൂടിയാണ് ചെയ്തതാണ്. അബിയാണ് മമ്മൂക്കയുടെ പേഴ്സണൽ ഡിസൈനർ. അബിയാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി ഫാബ്രിക്കും കാര്യങ്ങളും എല്ലാത്തിനും സോഴ്സിങ്ങിന് പോകണം, മമ്മൂക്കയുടെ ട്രയലിങ്ങിന് പോകുന്നതൊക്കെ അബിയാണ്. അഭിജിത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ക്യാരക്ടറിനെ ഈ പറഞ്ഞ മാതിരി സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ തൊട്ട് ഒറ്റ സ്പേസിലാണ് കഥ പറഞ്ഞു പോകണം, ഒറ്റ കോസ്റ്റ്യൂമാണ് കഥയ്ക്ക് പോകുന്നത്. അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓഡിയൻസിൽ നിൽക്കണം. പിന്നെ മമ്മൂക്ക ഒരു മുണ്ടെടുത്തൊക്കെ വരുമ്പോൾ കിട്ടുന്ന മാസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ പടത്തിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക മുണ്ട് മടക്കി കുത്തിയിടിക്കുന്നതും പരിപാടികളും അത് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ ഭയങ്കര രസകരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഓരോ ക്യാരക്ടറിനും കാരണം കുറേ കഥാപാത്രങ്ങളുണ്ട്. നമുക്ക് ഉള്ള കഥാപാത്രങ്ങളെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെ, അതൊക്കെ അഭിജിത്തിന്റെ റെഫറൻസ് ആണ്. അത് ബ്രിക്ക് ആൻഡ് സ്റ്റോക്കിന്റെ ചെരുപ്പാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി മമ്മൂക്കേനെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഈ പറയുന്ന ഒരു മാസ് എന്റർടൈനർ വേഷനകത്ത് മമ്മൂക്കേനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു ഓണത്തിനൊക്കെ ട്രെൻഡിങ് ആവുമെന്ന് തോന്നുന്നൊരു കോസ്റ്റ്യൂമാണ് ഈ പറഞ്ഞ മമ്മൂക്കയുടെ കോർഡ്ബോയ് ഷർട്ട്, ഡബിൾ പോക്കറ്റ്. ഈ പറയുന്ന മാതിരി ഓരോ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഓരോ കോസ്റ്റ്യൂംസ് ചില ആളുകൾ ഇപ്പൊ ആടുമുണ്ട്, ആവേശത്തിലെ കോസ്റ്റ്യൂം, അതേപോലെ ടർബോ ജോസിന്റെ കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വേറെ ഫൈറ്റ് സീക്വൻസ് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. പ്രഭു സാറെ ഫൈറ്റിംഗ് ആണല്ലോ അതിൽ മെയിൻ വന്നത്. പ്രഭു സാറാണല്ലോ പുള്ളിനെയും പ്രഭു സാർ, പിന്നെ ഡയറക്ടർ സാർ, അല്ല എല്ലാവരും പോയി കാണുക. ഇന്റർവെല്ലിന് ശേഷം നന്നായിട്ട് എനിക്ക് തോന്നിയത്. കണ്ടിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു മമ്മൂക്കേനെ വെച്ചിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ മൂവി. ഇന്റർവെല്ലിന് ശേഷമാണ് എനിക്ക് അടുത്തിരിക്കുന്ന ഒരാളെ കൂടി ഒന്ന് കുത്താനുള്ള ഒരു ടെൻഡൻസി വന്നു. ജോസേട്ടായി അതെ അതെ, ഇടിമുഴക്കം, ജോസേട്ടായുടെ ഇടിമുഴക്കം പൊളിച്ച്.